ഭരണഘടനയുടെ വ്യവസ്ഥകളോ ഭരണഘടനയുടെ നിയമങ്ങളോ ഒരു ബുക്കിൽ ഉൾപ്പെടുത്താതെ പല സ്ഥലത്തായിട്ട്, അതായത് ഹിസ്റ്റോറിക്കൽ ചാർട്ടേഴ്സായിട്ടോ കൺവെൻഷൻസിലായിട്ടോ ജഡ്ജിമെൻ്റായിട്ടോ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് സ്കാറ്റേർഡ് ചെയ്ത് കിടക്കുകയും ആ രാജ്യക്കാർ ആ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെൻറ്റിനാണ് സുപ്രീം പവർ ഉള്ളത്. പാർലമെൻറ്റ് എന്ത് തീരുമാനിക്കുകയോ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറി സിസ്റ്റത്തിനില്ല. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പല കാലഘട്ടത്തിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നുവെങ്കിൽ അതിനെയാണ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യകാല രൂപമായി കണക്കാക്കപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലുള്ള ജോൺ രാജാവ് ഒപ്പുവെച്ച അവകാശങ്ങളുടെ ഉടമ്പടിയായിരുന്നു അത്. രാജാവും അദ്ദേഹത്തിന്റെ സർക്കാരും നിയമത്തിന് അതീതമല്ല എന്ന തത്വം എഴുതുന്ന രേഖയായിരുന്നു മാഗ്ന കാർട്ട. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് UK, ഇസ്രായേൽ, ന്യൂസിലാൻഡ്